മൈക്രോമാക്സ് എന്ന കമ്പനിയോട് നമ്മൾ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം എന്താണെന്നല്ലേ, മൈക്രോമാക്സ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അത്തരത്തിൽ മൈക്രോമാക്സ് പുറത്തിറക്കിയിരിക്കുന്ന നോട്ട് 2 എന്ന അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൽ തന്നെ എഴുതിയിരിക്കുന്നത് പോലെ അമോ LED ഡിസ്പ്ലേ, അതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതകളെന്നും ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം എന്തൊക്കെ ആക്സസറീസ് ഉണ്ടെന്നും പരിശോധിക്കാം. ഇവിടെ വി ആർ ഇൻ ഫോർ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. നോട്ട് 2 അമോ LED ഡിസ്പ്ലേ ഇൻ ബൈ മൈക്രോമാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേരിയന്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4GB RAM 64GB ഇന്റർണൽ മെമ്മറി വേരിയന്റ് ആണ്. പ്രധാന സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അൺബോക്സ് നോക്കാം. ഇന്ത്യൻ ബ്രാൻഡ് ആണ് എന്നത് കൂടാതെ ഈ ഒരു ഫോണിന്റെ മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദേ ഇരിക്കും സ്മാർട്ട് ഫോണിലേക്ക് വരാം. അതങ്ങോട്ട് മാറ്റിക്കാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു പേപ്പർ ബോക്സ്, അതിനകത്ത് സിം ഇജക്ടർ പിൻ, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, അതുപോലെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പാകത്തിന് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിസ്പ്ലേയിൽ ഒട്ടിച്ചിട്ടില്ല, വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഒട്ടിക്കുന്ന തരത്തിൽ. അതുപോലെ ഒരു ബാക്ക് കേസ്. പക്ഷേ ഇത് ആരൊക്കെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചാണ് ഇരിക്കുന്നത്. ഒരുപാട് ഫിംഗർ പ്രിൻ്റ് ഒക്കെ പതിഞ്ഞിരിക്കുന്നു. ഉപയോഗിച്ചതല്ല, ക്രിസ്റ്റൽ ക്ലിയർ അല്ല, ഒരു ഫോഗി കണക്ക് തോന്നുന്നത് കണ്ടിട്ട്. അതാണ് എൻ്റെ പ്രശ്നം. കൂടാതെ ഇതിനകത്ത് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇത് മാക്സിമം 11 വോൾട്ട് 3 ആംപിയർ ആണ്. അതായത് 33 വാട്ട് സപ്പോർട്ടുള്ള ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ചാർജിങ്ങിനായിട്ട് USB Type-C ചാർജിങ് കേബിൾ തന്നെ നൽകിയിട്ടുണ്ട്. അതും വലിയ ഒരു കാര്യം. സാധാരണ മൈക്രോമാക്സിൻ്റെ ആദ്യം വന്ന മോഡലിലൊക്കെ മൈക്രോ USB ആയിരുന്നു തോന്നുന്നു. ഇപ്പോൾ എന്തായാലും Type-C തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനോടൊപ്പം പ്രൊട്ടക്ഷൻ പ്ലാനുകൾ ായിട്ടുള്ള എക്സ്റ്റൻഡഡ് വാറന്റി, സ്ക്രീൻ ഡാമേജ്, ആക്സിഡന്റൽ കവർ, ഇതിനൊക്കെ ചെയ്യേണ്ടത് എന്ത് എന്ന് എഴുതിയ കോൺടാക്ട് ചെയ്യാനുള്ള കസ്റ്റമർ കെയർ നമ്പറും ഒക്കെ വെച്ചിട്ട് ഒരു പേപ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. എനിവേ ഫോണിലേക്ക് വരാം. ഫോണിന്റെ കവറിന്റെ ഒക്കെ പുറത്ത് ഇതുപോലെ അങ്ങ് ഫിംഗർ പ്രിന്റ് പതിഞ്ഞാണൊക്കെ ഇരിക്കും. നേരത്തെ നമ്മൾ കേസിൽ കണ്ടതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ല. എനിവേ നമുക്ക് ഫോൺ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ട്, അതും ഒഴിവാക്കുന്നു. അപ്പോൾ ഫോണിന്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാം. ഞാൻ ഈ സ്റ്റിക്കർ ഇവിടെ ഇളക്കിക്കോട്ടെ. കാണാൻ അടിപൊളി ലുക്ക് നോക്കി. അതായത് മൈക്രോമാക്സിന്റെ രണ്ടാം വരവിൽ മൈക്രോമാക്സ് ഇതുവരെ പുറത്തിറക്കിയ ഫോണുകളിൽ ഏറ്റവും ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയാതെ വയ്യ നമുക്ക് നോട്ട് 2-നെ. ഞാനിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഗാലക്സി S21 FE ആണ്. ഏകദേശം അതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഉണ്ട് എന്ന് പറയാതെ വയ്യ. ഇത് മാറ്റ് ഫിനിഷ്, പക്ഷേ ഇത് ഒരു ഗ്ലോസി ഫിനിഷ് എന്നുള്ളൊരു വ്യത്യാസം. പിന്നെ അതിലെ ക്യാമറ മോഡിയുള്ള ഒരു അല്പം വീതി കൂടുതൽ. അല്ലാതെ ഏകദേശമൊക്കെ ഒരു പോലിരിക്കുന്നു. ഓക്കെ, ഒരു സാംസങ് ഫോണിന്റെ ഒരു ലുക്ക് എന്തായാലും മൈക്രോമാക്സ് ഈ ഒരു ഫോണിന്റെ ബാക്ക് സൈഡിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ കളറിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് ബ്ലാക്ക് അല്ല, ബ്രൗൺ കളറാണ്. കറക്റ്റ് കോഫി ബ്രൗൺ കളർ. നമ്മൾ ഈ ചാനലിലൂടെ നിരവധി സ്മാർട്ട് ഫോണുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ബ്രൗൺ കളറിലുള്ള ഒരു സ്മാർട്ട് ഫോൺ പരിചയപ്പെടുത്താനായിട്ട് കയ്യിൽ കിട്ടുന്നത്. അതിമനോഹരമായിട്ടുള്ള കളർ. എനിക്ക് പേഴ്സണലി ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ബ്ലാക്കിനേക്കാളും വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ ഒരു ബാക്ക് സൈഡ് നൽകിയിരിക്കുന്ന ഈ ഒരു ബ്രൗൺ. എസ്പെഷ്യലി എനിക്ക് ബ്രൗൺ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഈ കളറും ഈ ഫോണിന്റെ ഡിസൈനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാൻ ഗുഡ് ലുക്കിംഗ്, കിടിലം. അതിന് മൈക്രോമാക്സ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ പുറത്തിറക്കിയ ഒരു വലിയ സല്യൂട്ട്. എന്തായാലും ഫോണിനൊരു ബോക്സി ഡിസൈനാണ്, അതും അടിപൊളിയായിട്ടുണ്ട്. ഈ iPhone 12 സീരീസ് തുടങ്ങി വെച്ച ഒരു ഡിസൈൻ ചേഞ്ച് ആണ് ഈ അടുത്ത കാലത്ത് ഈ ഒരു ബോക്സി ഡിസൈൻ എന്ന് പറയുന്നത്. അത് പിന്നീട് പല ഫോണുകളിലും ഇത്തരത്തിൽ ബോക്സി ഡിസൈൻ കൊണ്ടുവന്നു. ഇതും ഏകദേശം ഒരു ബോക്സി ഡിസൈൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഡിസൈൻ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല മാർക്ക് നേടുന്നു എന്ന് പറയാതെ വയ്യ. മികച്ച ഡിസൈൻ. ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 4 ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ LED ഫ്ലാഷ് ലൈറ്റ്, താഴ്ഭാഗത്ത് ഇതുപോലെ എന്ന ആ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വലത് സൈഡിൽ ഇതുപോലെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. ഓർക്ക് ഇതൊരു അമോ LED ഡിസ്പ്ലേ ഫോണാണ്. വേണമെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ ഫോണിന്റെ പ്രൈസുമായിട്ട് വേണം അതെല്ലാം നമ്മൾ പറയാൻ. ഇത് പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. അത് ഓക്കെയാണ്. താഴെ ഇതുപോലെ 3.5mm ഓഡിയോ ജാക്ക്, മൈക്രോഫോൺ, ചാർജിങ്ങിന് USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഇടത് സൈഡിലാണ് സിം ട്രേ ഏത് ടൈപ്പ്? ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. അതായത് ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒന്നും പേടിക്കാതെ ഉപയോഗിക്കാം. മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോൺ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ഇന്നെന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം കാണിക്കാം, ഞെട്ടരുത്. ദേ
കിടിലൻ ഡിസ്പ്ലേ. നിങ്ങൾ ഈ ഒരു ക്യാമറയിലൂടെ നിങ്ങൾ അത് എത്രത്തോളം കാണുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ നേരി കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ പറഞ്ഞ പോലെ AMOLED ഡിസ്പ്ലേ, കളർ ഭയങ്കര പഞ്ചിയർ കളർ. അത് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞ പോലെ അത് അറിഞ്ഞാണ് തോന്നുന്നു ഈ ഒരു വാൾപേപ്പർ അവർ അതിൻ്റെ ഒരു ഡിഫോൾട്ട് വാൾപേപ്പറായി കൊടുത്തിരിക്കുന്നത്. നല്ല പഞ്ചിയർ കളർ, ഒരു സാച്ചുറേഷൻ ഒരു അല്പം കൂടുതലാണോ എന്ന് തോന്നിപ്പിക്കുന്ന അത്രയ്ക്ക് കളർ. എന്ത് തന്നെയായാലും AMOLED ഡിസ്പ്ലേയുടെ ഒരു മാസ്മരികത നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിൽ അറിയാനുണ്ട്. 6.43 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ചെറിയ പോറലുകളൊക്കെ വീഴാതിരിക്കാൻ ഇതിന് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. അതുപോലെ 1500 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നസ്. ഞാനിപ്പോൾ ഇവിടെ ഷൂട്ടിങ്ങിന്റെ ആവശ്യമായിട്ട് ബ്രൈറ്റ്നസ് വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ മാക്സിമം ബ്രൈറ്റ്നസിലേക്ക് എത്തിക്കുമ്പോൾ മികച്ച ഒരു ഔട്ട്ഡോർ വിസിബിലിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ എടുത്തു പറയുന്നു, നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങുന്നെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വാങ്ങുക. അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെയാണ്. കാരണം നോക്കി, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആകെ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. അതേസമയം വേറെ ചില ബ്രാൻഡിൻ്റെയൊക്കെ ഫോണുകൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് അനാവശ്യമായിട്ട് നിരവധി ആപ്ലിക്കേഷൻ, നമുക്ക് ആവശ്യമില്ലാത്ത നിരവധി ആപ്ലിക്കേഷൻ കുത്തി നിറച്ച് വരാറുണ്ട്. അതിൽ നിന്നെല്ലാം നിരവധി നോട്ടിഫിക്കേഷനുകൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്താറുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകാൻ അത്തരം ആപ്ലിക്കേഷനുകൾ കാരണമാവുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഈ ഒരു പ്യുവർ ആൻഡ്രോയിഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും അനാവശ്യമായ ആപ്ലിക്കേഷനുകളില്ല, അനാവശ്യ നോട്ടിഫിക്കേഷനുകളില്ല, ബാറ്ററി നല്ല രീതിയിൽ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുകയും ചെയ്യും. ആൻഡ്രോയിഡ് 11 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിനകത്ത് ആൻഡ്രോയിഡ് 12 പ്രതീക്ഷിക്കുന്നത് ഒരു അത്യാർത്ഥിയാണെന്ന് അറിയാം, അതുകൊണ്ട് അത് പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഉടൻ തന്നെ ആൻഡ്രോയിഡ് 12ന്റെ അപ്ഡേറ്റ് ഈ ഒരു ഫോണിലേക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം നേരത്തെ പറഞ്ഞതുപോലെ സൈഡ് മൗണ്ടഡ് ആണ്. അത് വളരെ ഫാസ്റ്റ് ആണ്. നോക്കി, ഒരു ചെറിയ ടച്ചിൽ തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ വൈഫൈ കോളിംഗ് എന്ന ഫീച്ചറും എല്ലാം ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ എന്നെ ഞെട്ടിച്ച ഒരു ഫീച്ചർ ഉണ്ട്, ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. സാധാരണ ഹൈ പെർഫോമൻസ് ഉള്ള ഹൈ പ്രൈസിംഗ് ഉള്ള സ്മാർട്ട് ഫോണുകളിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ് ഈ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. അതായത് ഫോൺ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ചൂടായാൽ അതിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം. അത് ഈ സെഗ്മെന്റിലെ ഫോണിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. ബോട്ടം ഫയറിംഗ് ആണ്. സ്റ്റീരിയോ സ്പീക്കർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. എന്നിരുന്നാലും ക്വാളിറ്റിക്ക് യാതൊരു കുറവുമില്ല. മികച്ച സൗണ്ട് ക്വാളിറ്റി, ആവശ്യത്തിനുള്ള വോളിയം ഉണ്ട്. ഓവറായിട്ട് കാതടപ്പിക്കുന്ന ശബ്ദമൊന്നുമില്ല, എങ്കിലും ആവശ്യമുള്ള വോളിയം, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് ഫോണിൻ്റെ സ്പീക്കറിൽ നിന്നും ലഭിക്കുന്നത്. ഫോണിൻ്റെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ബ്ലാക്ക് എല്ലാം നല്ല പഞ്ചിയറാണ്. പക്ഷേ സാച്ചുറേഷൻ ഒരല്പം കൂടുതലായിട്ട് തോന്നി. എസ്പെഷ്യലി റെഡ് കളർ ഒരു തെറിച്ച് നിൽക്കുന്ന പോലെ ഒരു ഫീല്. അതുപോലെ ആ കാണുന്ന ബ്ലൂ കളറും ഒക്കെ ഒരു അല്പം ഒന്ന് കളർ കുറച്ചൊരു ബൂസ്റ്റ് ചെയ്ത് കാണുന്ന ഒരു രീതി നമുക്ക് ഈ ഒരു ഫോണിനകത്ത് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് വരുന്ന ചില സ്മാർട്ട് ടി വികളിലൊക്കെ ഇത്തരത്തിൽ കളർ കുറച്ച് കൂടുതൽ നൽകാറുണ്ട്, മികച്ച ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിന് വേണ്ടി. അത്തരമൊരു ഫീലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഒരു കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഇഷ്ടപ്പെടും. ഫോണിന്റെ പ്രൈമറി ക്യാമറ വന്നിട്ട് 48 മെഗാ പിക്സലിൻ്റെതാണ്. 5 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ, 2 മെഗാ പിക്സലിന്റെ മാക്രോ, ഒരു 2 മെഗാ പിക്സലിന്റെ ഡെപ്ത്, ഇങ്ങനെ 4 ക്യാമറകൾ തന്നെ ഫോണിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 2 മെഗാ പിക്സലിന്റെ മാക്രോയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും പേരിന് വേണ്ടി കൊടുത്തിരിക്കുന്നു എങ്കിലും 48 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറും 5 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ സെൻസറും അതിന്റെ ജോലി നല്ല രീതിയിൽ ചെയ്യുന്നുമുണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി 16 മെഗാ പിക്സലിന്റെ ഒരു പഞ്ച് ഹോൾ, അതും സെൻട്രൽ പഞ്ച് ഹോൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതും വളരെ ചെറിയ സൈസിലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മളുടെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിന് അത് കോട്ടം സൃഷ്ടിക്കില്ല. മീഡിയടെക്കിന്റെ ഹീലിയോ G95 എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പലർക്കും സംശയം തോന്നും 4G ആണോ 5G ആണോ. G95 എന്ന് പറയുന്ന ഒരു 4G പ്രോസസറാണ്. മാത്രമല്ല ഈ G95 എന്ന പ്രോസസർ 4G പ്രോസസറുകളിൽ ഒരു മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസസർ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് കൂടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസർ ഓക്കെയാണ്. കാരണം G95 എന്ന പ്രോസസറുമായി വരുന്ന നിരവധി സ്മാർട്ട് ഫോണുകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മികച്ച ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു പ്രോസസർ തന്നെയാണ്. ഹൈ ഗ്രാഫിക് ക്വാളിറ്റിയിൽ, ഹൈ ഫ്രെയിം റേറ്റിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടി ആണ് നമ്മളൊരു 10-15 മിനിറ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിനകത്ത് 4GB റാം 64GB ഇന്റർണൽ മെമ്മറി വേരിയന്റ് ആണ് നൽകിയിരിക്കുന്നത്. സിംഗിൾ വേരിയന്റ് ആണ്. അപ്പോൾ
അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് റാം വന്നിട്ടൊരു 6 GB റോം വന്നിട്ടൊരു 128 കൊടുക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ പ്രൈസ് ഈ പറഞ്ഞ ഈ ഒരു ഫോണിന്റെ പ്രൈസിങ്ങിലൊന്നും നിൽക്കില്ല, അതും അറിയാം. എന്നിരുന്നാലും കുറച്ചുകൂടി ഒരു മിനിമം റിക്വയർമെന്റ് ഈ പറഞ്ഞ ഒരു 6 GB 128 മാറിയിരുന്നുവെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. ചാർജ് ചെയ്യാനായിട്ട് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അതെല്ലാം ഓക്കെയാണ്. ബ്ലാക്ക്, ബ്രൗൺ എന്നീ 2 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. എനിക്ക് ബ്രൗൺ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അടിപൊളി കളർ. ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിലും നമ്മുടെ കയ്യിൽ കിട്ടിയ തരത്തിൽ ബ്രൗൺ കളർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കളർ എന്നെ എന്തായാലും വല്ലാതെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും അതിമനോഹരമായിട്ടുള്ള ഡിസൈനും അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേയും നല്ല ഒരു 4G പ്രോസസ്സറും അതുപോലെ ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റും. എടുത്തു പറയേണ്ട ഘടകം എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ് തന്നെയാണ്. ഈ ഒരു പ്യുവർ ആൻഡ്രോയിഡ് അതൊക്കെ ആയിട്ട് വരികയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇതിനകത്ത് ഒരു കുറവ് എന്ന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഫോൺ ഒരു 4G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇപ്പോൾ പലരും സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ ഉടനെ എങ്ങാനും 5G എത്തിയാലോ എന്ന് കരുതി 5G സ്മാർട്ട് ഫോൺ ഇപ്പോഴേ വാങ്ങി വെക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാർക്ക് എന്തായാലും ഈ ഒരു ഫോൺ ചേർന്നല്ല. പക്ഷേ ഇപ്പോഴെങ്ങും 4G ഇന്ത്യയിലേക്ക് എത്തില്ല. എത്തിയാൽ തന്നെ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ 5G എത്താൻ ഇനിയും വർഷങ്ങളെടുക്കും എന്ന് തോന്നി ഇപ്പോഴും 4G സ്മാർട്ട് ഫോൺ വാങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല ഒരു സെലക്ഷൻ ആയിരിക്കും. കാരണം ഇന്ത്യൻ ബ്രാൻഡാണ്, നേരത്തെ പറഞ്ഞ പോലെ പ്യുവർ ആൻഡ്രോയിഡ് ആണ്, AMO LED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ്, നല്ലൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ എന്ത് കാര്യം നോക്കിയാലും മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് മൈക്രോമാക്സ് പുറത്തിറക്കിയിരിക്കുന്ന Note 2. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയാൻ എനിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല, കാരണം ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വില പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസിങ് പുറത്ത് വരും. ഞാനോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചക്കാരോ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.